നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ തൊഴിലുറപ്പ് അട്ടിമറി നിയമത്തിനെതിരെ സംസ്ഥാനത്തുടനീളം പ്രതിഷേധം വളരെ ശക്തമായിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നതാണ് പുതിയ നിയമം എന്നതിൽ എടുത്തു പറയേണ്ടത് ഒന്നാണ്. ഇതിന്റെ ഭാഗമായി LDF സംസ്ഥാനത്തുടനീളം പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. കോഴിക്കോടും പ്രതിഷേധം ഇത്തരത്തിൽ സംഘടിപ്പിച്ചു. മുതലക്കുളം മൈതാനത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കോഴിക്കോട് ആദായനികുതി വകുപ്പ് ഓഫീസിന് മുമ്പിലാണ് സമാപിച്ചത്. നിരവധി LDF പ്രവർത്തകരാണ് ഇത്തരത്തിൽ മാർച്ചിൽ പങ്കെടുത്തത്. CPIM-ന്റെ ജില്ലാ സെക്രട്ടറി M മെഹബൂബാണ് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനവും ചെയ്തത്. ഈ നിയമത്തിനെതിരെ വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പൊതുസമൂഹത്തിൽ മുമ്പിൽ ഉയർന്നു വരുന്നത്. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പാവപ്പെട്ടവരായ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ പൂർണ്ണമായിട്ടും അപകടപ്പെടുത്തുന്ന ഒരു ബില്ലാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഈ പാർലമെൻറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് വളരെ രാജ്യവ്യാപകമായ പ്രയാസമുണ്ടാക്കുകയാണ്. ഇതുകൊണ്ട് ഉപജീവന മാർഗം നടത്തുന്ന ഒട്ടേറെ നമ്മുടെ അമ്മമാർ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അവരെയൊക്കെ കഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കാണ് ഈ ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ ഭയങ്കര പ്രതിഷേധമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവരെ പോലെയുള്ള സാധാരണക്കാർ ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് തൊഴിലുറപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തൊഴിലുറപ്പിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കേന്ദ്ര സർക്കാരിനെതിരെ വലിയൊരു പ്രതിഷേധവുമായിട്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ രംഗത്തിറങ്ങാൻ വേണ്ടി പോകുന്നത്. ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കോടിക്കണക്കിനായിട്ടുള്ള തൊഴിലാളികൾക്ക് ജോലി കിട്ടുന്നൊരു വ്യവസ്ഥയായിരുന്നു ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിനായിട്ടുള്ള തൊഴിലാളികൾക്ക് ഈ ഒരു ബില്ലിൻ്റെ വ്യവസ്ഥ മാറിയപ്പോൾ തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അമ്മയൊക്കെ ഈ തൊഴിലുറപ്പിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളെ നമുക്ക് ചുറ്റുപാടുമുള്ളത്. ഈ ഒരു കേന്ദ്ര നിയമം 40% കേരളം എടുത്തിട്ട് ബാക്കി 60% കേന്ദ്രം കൊടുക്കുന്നത് കിട്ടുമെന്ന് ഒരു ഉറപ്പ് പോലും ഇല്ല. ഇപ്പോൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് തൊഴിലുറപ്പ് ഇവർക്ക് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇപ്പം തുടങ്ങിയിരിക്കുക പറഞ്ഞാൽ ഇലക്ഷന് മുന്നേ നിർത്തിവെച്ച ബാക്കി കണ്ടിന്യൂസ് ആയിട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തൊഴിലുറപ്പ് തീർന്നു കഴിഞ്ഞാൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ തൊഴിലുറപ്പ് ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ കരിനിയമത്തിനെതിരെ സമൂഹത്തിൽ ഉയർന്നു വരുന്നത്. ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനോടൊപ്പം ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.